dear students, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ 4.4 ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ്. കോസ്റ്റ് എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചതാണ് അല്ലേ? അപ്പൊ ഇതിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ട് കോസ്റ്റ് എന്നുള്ള ആ വലിയൊരു കോൺസെപ്റ്റിനെ അതിന്റെ ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണ് അക്കോർഡിംഗ് ടു CS1 കോസ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 1 പ്രകാരം വരുന്ന ക്ലാസിഫിക്കേഷൻസ് നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം എന്താണ് ഈ ക്ലാസിഫിക്കേഷൻ എന്നുള്ളതിനെ അതിന്റെ എന്താണ് അതിന്റെ പർപ്പസ് അല്ലെങ്കിൽ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ മീൻ ചെയ്യുന്നത് നമ്മൾ ഒരു കോസ്റ്റ് എന്ന കോൺസെപ്റ്റിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നു. Categorizing different costs involved in a business process according to their type, nature, frequency and other features to fulfill accounting objective and to facilitate economic analysis necessary for decision making. ഒരു ബിസിനസ്സിന് കോസ്റ്റിംഗ് ആവുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് ആവശ്യമാണ് അല്ലേ? അപ്പോൾ ഒരാൾ വന്നിട്ട് പറയുകയാണ് മൊത്തത്തിൽ ഇത് എത്ര രൂപയുടെ കോസ്റ്റായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബിസിനസ്സിന്റെ ഡിസിഷൻ മേക്കിങ്ങിനൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. എവിടെ എത്ര രൂപ ഓരോ ഭാഗത്തും ഏതൊക്കെ ടൈപ്പിലാണ് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഏത് സ്റ്റേജിലാണ് അങ്ങനെ പല തരത്തിലുള്ള അതിന് നമുക്ക് ഇൻഫർമേഷൻസ് ആവശ്യമായിട്ട് വരും. അപ്പോൾ അത് ഈ കോസ്റ്റ് എന്ന ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, കാറ്റഗറൈസ് ചെയ്യുന്നു അതിന്റെ ടൈപ്പ് അനുസരിച്ച്. ദാറ്റ് മീൻസ് അത് ഏത് തരത്തിൽ വരുന്നതാണ്, ഏത് നാച്ചറാണ്, അതിന്റെ ഫ്രീക്വൻസി എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ മറ്റുള്ള ഫീച്ചേഴ്സ് ഇതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുക. അതിനെ നമ്മൾ എന്ത് പറയുന്നത്, ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്ലാസിഫിക്കേഷൻ രണ്ട് തരത്തിലാണെന്ന് CS1 പറയുന്നത്. സബ്ജക്റ്റീവ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ഒബ്ജക്റ്റീവ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ബേസ് ചെയ്തുകൊണ്ട് ചെയ്യുന്നതാണ് സബ്ജക്റ്റീവ് ക്ലാസിഫിക്കേഷൻ. ഒബ്ജക്റ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പർപ്പസിനാണ്, ഓൺ ദ ബേസ് ഓഫ് പർപ്പസ്, എന്ത് പർപ്പസിനാണ് ഇത് യൂസ് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് പറയുന്നത്, ഒബ്ജക്റ്റീവ് ക്ലാസിഫിക്കേഷൻ പറയുന്നത്. അപ്പൊ ഈ ക്ലാസിഫിക്കേഷന്റെ ബേസിൽ എങ്ങനെയൊക്കെയാണ് ഈ കോസ്റ്റിനെ ക്ലാസിഫൈ എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ മുഴുവനായിട്ട് പറയുന്നത്. അപ്പൊ ഞാനിതിൽ ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് മുമ്പ് മൊത്തത്തിൽ അതിന്റെ പിക്ചർ ഒന്ന് നോക്കിയിട്ട് നമുക്ക് വരാം. എന്താണ് നോക്കാം. ആദ്യം പറയുന്നത് ബൈ നാച്ചർ ഓഫ് എക്സ്പെൻസ്, ക്ലാസിഫിക്കേഷൻ കോസ്റ്റ് ബൈ നാച്ചർ ഓഫ് എക്സ്പെൻസ്. ആ എക്സ്പെൻസ് എന്ത് നാച്ചുറലുള്ളതാണ് അതിനനുസരിച്ച് ക്ലാസിഫൈ ചെയ്യുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് കേട്ടോ. അപ്പൊ ഏതൊക്കെ തരത്തിലാണ് ക്ലാസിഫൈ ചെയ്യുന്ന കോസ്റ്റിനെ, മെറ്റീരിയൽ കോസ്റ്റ്, എംപ്ലോയി കോസ്റ്റ് എന്നുള്ള നമ്മൾ ലേബർ കോസ്റ്റ് എന്ന് സാധാരണ പറയാം കേട്ടോ. ലേബർ കോസ്റ്റ്, അതേപോലെ തന്നെ അതർ എക്സ്പെൻസസ്, ഡയറക്റ്റ് എന്നുള്ളത് ഇവിടെ ആവശ്യമില്ല കേട്ടോ. എക്സ്പെൻസസ്, മെറ്റീരിയൽസ്, ലേബർ ആൻഡ് അതർ എക്സ്പെൻസസ്, ഇങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യാറുള്ളത്. ഇത് എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്, നാച്ചർ ഓഫ് എക്സ്പെൻസ്, ഏത് നാച്ചുറലാണ് കോസ്റ്റ് വരുന്നത്, മെറ്റീരിയലിനാണോ ലേബേഴ്സിനാണോ അതല്ലാത്ത എക്സ്പെൻസ്, ഇതെന്താ നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ. ജസ്റ്റ് ഈ പേരുകൾ ഇവിടെ പഠിച്ചു പോവാണ്. ഇനി കോസ്റ്റ് മറ്റൊരു ക്ലാസിഫിക്കേഷൻ ട്രേസബിലിറ്റിയെ ബേസ് ചെയ്തുകൊണ്ടാണ്. ആ കോസ്റ്റ് നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ, അത് നമുക്ക് ഒരു പ്രൊഡക്റ്റിൽ അല്ലെങ്കിൽ സർവീസ് ഡയറക്റ്റ് ആയിട്ട് തിരിച്ചറിയാൻ പറ്റുമോ ഇല്ലേ എന്ന് നോക്കിയിട്ട് ട്രേസ് ചെയ്യുക, ട്രേസബിലിറ്റി. അതിനെ ബേസ് ചെയ്തുകൊണ്ട് രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ഡയറക്റ്റ് കോസ്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കോസ്റ്റ്. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് മറന്നു പോകേണ്ട. ആദ്യം നമ്മൾ നാച്ചുറലിനെ ബേസ് ചെയ്തുകൊണ്ട് അല്ലേ, മെറ്റീരിയൽ, ലേബർ ആൻഡ് എക്സ്പെൻസസ്. ഇവിടെ ട്രേസബിലിറ്റി ബേസ് ചെയ്തുകൊണ്ട് ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്. ഈ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് കേട്ടോ, അതൊക്കെ നമുക്ക് പിന്നീട് പറയാം. ഇനി ഫംഗ്ഷനെ ബേസ് ചെയ്തുകൊണ്ട് ഈ കോസ്റ്റ് ഏത് ഫംഗ്ഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെ ബേസ് ചെയ്തുകൊണ്ട് പറയാം. നമുക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ്, പ്രൊഡക്ഷന്റെ കോസ്റ്റുകള്, അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്, സെല്ലിംഗും ഡിസ്ട്രിബ്യൂഷൻ, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കോസ്റ്റ്. ഏതൊക്കെയാണ് പറഞ്ഞത്, പ്രൊഡക്ഷൻ കോസ്റ്റ്, അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ്, സെല്ലിംഗ് കോസ്റ്റ്, ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കോസ്റ്റ്. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഒരുമിച്ചാ പറയുക കേട്ടോ. റിസർച്ച് പറയും, ഡെവലപ്മെന്റ് ഒരുമിച്ച് R&D, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്നാണ് പറയാറുള്ളത് കേട്ടോ. അത് ബിഹേവിയറിനെ ബേസ് ചെയ്തുകൊണ്ട് നാച്ചർ ഓഫ് ബിഹേവിയർ, ഈ കോസ്റ്റിന്റെ ബിഹേവിയർ എങ്ങനെയാണ് അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, സെമി വേരിയബിൾ കോസ്റ്റ്. ഏതൊക്കെയാണ്, ഫിക്സഡ്, വേരിയബിൾ, സെമി വേരിയബിൾ. ഓക്കെ. ഇനി നാച്ചർ ഓഫ് പ്രൊഡക്ഷൻ പ്രോസസ്, ഇവിടെ നാച്ചർ ഓഫ് ബിഹേവിയർ ആയിരുന്നു, ഇവിടെ നാച്ചർ ഓഫ് പ്രൊഡക്ഷൻ പ്രോസസ് അല്ലെങ്കിൽ ഓപ്പറേഷൻ പ്രോസസ്. എങ്ങനെ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഓപ്പറേഷനൊക്കെ ബന്ധപ്പെട്ട് എങ്ങനെയാണ് അതിനെ ബേസ് ചെയ്തുകൊണ്ട് ജോബ് കോസ്റ്റ്, ബാച്ച് കോസ്റ്റ്, കോൺട്രാക്ട് കോസ്റ്റ്, പ്രോസസ് കോസ്റ്റ് ആൻഡ് ജോയിന്റ് കോസ്റ്റ്. ഇത്രയാണ് ക്ലാസിഫിക്കേഷൻ. അപ്പൊ ഈ ഒരു പിക്ചർ നിങ്ങൾക്ക് മുഴുവനായിട്ട് നമ്മൾ മൈൻഡിൽ ഉണ്ടാവുക, വളരെ എളുപ്പമാണ് നോക്കാം. മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസ് എന്തിനെ ബേസ് ചെയ്തുകൊണ്ട്, നാച്ചുറലിനെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെ. ട്രേസബിലിറ്റി ബേസ് ചെയ്തുകൊണ്ട് ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്. ഫംഗ്ഷനെ ബേസ് ചെയ്തുകൊണ്ട് പ്രൊഡക്ഷൻ, അഡ്മിനിസ്ട്രേഷൻ, സെല്ലിംഗ്, ഡിസ്ട്രിബ്യൂഷൻ, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്.
നാച്ചർ ഓഫ് ബിഹേവിയറിനെ ബേസ് ചെയ്തുകൊണ്ട് ഫിക്സഡ്, വേരിയബിൾ, സെമി വേരിയബിൾ. അതേപോലെ തന്നെ നമുക്ക് ഓപ്പറേഷൻ പ്രോസസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പ്രോസസ്സിനെ ബേസ് ചെയ്തുകൊണ്ട് ജോബ് കോസ്റ്റ്, ബാച്ച് കോസ്റ്റ്, കോൺട്രാക്ട് കോസ്റ്റ്, പ്രോസസ് കോസ്റ്റ് ആൻഡ് ജോയിന്റ് കോസ്റ്റ്. എന്താണെന്ന് നീ പറയാൻ പോകുന്നത് കേട്ടോ. ആദ്യത്തെ നമ്മൾ പറഞ്ഞത് ഏതാണ്? ഫസ്റ്റ് പറഞ്ഞത് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ഉള്ളത് നാച്ചർ ഓഫ് എക്സ്പെൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അല്ലേ? ബൈ നാച്ചർ ഓഫ് എക്സ്പെൻസസ്, ക്ലാസിഫിക്കേഷൻ ബൈ നാച്ചർ ഓഫ് എക്സ്പെൻസസ്. അത് ഏതൊക്കെയായിരുന്നു? മെറ്റീരിയൽ, എംപ്ലോയീസ് ഓർ ലേബർ ആൻഡ് എക്സ്പെൻസസ്. മെറ്റീരിയൽ കോസ്റ്റ്, എംപ്ലോയീസ് എന്നുള്ളത് നമ്മൾ എന്താ പറയുന്നത്? ലേബർ കോസ്റ്റ് കേട്ടോ. ലേബർ കോസ്റ്റ് ആൻഡ് എക്സ്പെൻസസ്. എന്താ മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ പേര് തന്നെ മെറ്റീരിയലുമായി ബന്ധപ്പെട്ടതാണ്. അല്ല, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ പേന എന്റെ കയ്യിലിരിക്കുന്നുണ്ട് അല്ലേ? അതിനൊരു പ്ലാസ്റ്റിക്കിന് ഒരു ബോഡി ഉണ്ട് അല്ലേ? അതിനുള്ളിൽ ഒരു ട്യൂബ് ഉണ്ടാവാം, ഇങ്ക് ഉണ്ടാവാം. ഇതൊക്കെ മെറ്റീരിയൽസ് ആണ്. അത് ഉപയോഗിക്കാൻ വേണ്ടി മെറ്റീരിയൽ. അപ്പൊ ഈ ഒരു മെറ്റീരിയൽ ആയിട്ടുള്ള എന്തെങ്കിലും സാധനം വെറുതെ കിട്ടുണ്ടാവില്ല, അത് കൊടുത്ത് ക്യാഷ് കൊടുത്ത് വാങ്ങണ്ടേ? അതിന് വേണ്ടി വരുന്ന ചെലവ് അത്രേ ഉള്ളൂ. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് എ പ്രൊഡക്റ്റ് ഓർ റെൻഡറിങ് ഓഫ് സർവീസ്. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത്? ഇത് മെറ്റീരിയൽ ആയാൽ മതി, എന്തെങ്കിലും സാധനം ആയാൽ മതി. അത് ഇതിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കാണണമെന്നോ ഒന്നും ഇല്ല കേട്ടോ. ഡയറക്റ്റോ ഇൻഡയറക്റ്റോ എന്തോ ആവാം. അത് മെറ്റീരിയൽ ആയിട്ടുള്ള സാധനമാണോ അതിന് നമുക്ക് ചിലവാക്കാന്നുണ്ടെങ്കിൽ എന്താണ്? മെറ്റീരിയൽ കോസ്റ്റ് ആണ്. കുറെ മെറ്റീരിയൽ ഉണ്ടായതുകൊണ്ട് മാത്രം മതിയോ? അതൊക്കെ പ്രൊഡക്ഷനിൽ യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ എംപ്ലോയീസ് വേണ്ടേ? അപ്പൊ അതിലേക്ക് വരുന്ന കോസ്റ്റ് ആണ് എന്ത്? ലേബർ കോസ്റ്റ് അല്ലെങ്കിൽ എംപ്ലോയി കോസ്റ്റ്. കൺസിഡറേഷൻ ഇൻക്ലൂഡിംഗ് ബെനിഫിറ്റ്സ് paid or payable to employees, permanent or temporary, for the purpose of production or for product rendering of service. ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ സർവീസ് റെൻഡർ ചെയ്യാൻ അവിടെ എംപ്ലോയീസ് ആവശ്യമുണ്ട് അല്ലെ? അവർക്ക് കൊടുക്കുന്ന കൺസിഡറേഷൻ ആവാം, അവരുടെ സാലറി അല്ലെങ്കിൽ വേജ്. ഇനി സാലറി വേജ് അല്ല, അവർക്ക് വേറെ ബെനിഫിറ്റ്സ്, ഫ്രീ ട്രാവലിംഗ് ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ട്, അപ്പൊ അതിന്റെ ചെലവ്. അത് ഫ്രീ ഫുഡ് കൊടുക്കുന്നുണ്ട് വിചാരിക്കുക, അതിന്റെ ചെലവ്. അങ്ങനെ എന്തായാലും അവർക്ക് കൊടുത്തതും ആയിക്കോട്ടെ അല്ലെങ്കിൽ കൊടുക്കാൻ പേയബിൾ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്, എന്നാലും ഇതെന്താണ്? നമ്മുടെ കോസ്റ്റ് ആണ്, ലേബർ കോസ്റ്റ് ആണ്. ഓക്കെ. ഈ ചെലവുകളുടെ കൂട്ടത്തിൽ എല്ലാ മെറ്റീരിയലുമായിട്ടും എല്ലാം ലേബറുമായിട്ട് ബന്ധപ്പെട്ടാണ്. റെന്റ് കൊടുക്കുന്നു കേട്ടോ. റെന്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് സാധനം വാങ്ങിയതാണോ? മെറ്റീരിയൽ ആണോ? അല്ല. അത് എംപ്ലോയീസ് കൊടുക്കുന്ന ലേബർ ചാർജ് ആണോ? അതും അല്ല അല്ലെ? മറ്റുള്ള എക്സ്പെൻസ് അത് നമ്മൾ കാറ്റഗറി ചെയ്താണ് എക്സ്പെൻസസ്, അതർ എക്സ്പെൻസസ്. മെറ്റീരിയലും ലേബറും അല്ലാതെ അതർ എക്സ്പെൻസസ്. Cost other than material cost and employee cost for the purpose of production of a product or rendering of a service. ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ സർവീസ് റെൻഡർ ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റീരിയലോ ലേബറോ അല്ലാത്ത എന്ത് ചെലവ് വന്നോ അതൊക്കെ എന്താണ്? അതർ എക്സ്പെൻസസ്. ഓക്കെ. ഇതാണ് നാച്ചുറൽ ബേസ് കൊണ്ട്. അപ്പൊ നമ്മൾ എന്താ ഇവിടെ പറഞ്ഞത്? ഒരു കോസ്റ്റ് വരുന്നു, അതിന്റെ നാച്ചുറൽ എന്താ ചോദിക്കാം? ചിലപ്പോൾ മെറ്റീരിയലുമായി ബന്ധപ്പെട്ടാണ്, ചിലപ്പോൾ ലേബേഴ്സുമായി ബന്ധപ്പെട്ടാണ്. ഇത് രണ്ടും അല്ലെങ്കിൽ അതെന്താണ്? എക്സ്പെൻസ്. ക്ലിയർ? അടുത്തത് നമ്മൾ പറയുന്നത് ട്രേസബിലിറ്റി. എന്താണ്? ഇപ്പൊ നിങ്ങൾ പറയും ചിലപ്പോ ക്രൈം ത്രില്ലർ മൂവീസ് ഒക്കെ കാണുന്ന സമയത്ത് നമുക്ക് കാണാം അവിടെ ബ്ലഡിന്റെ ട്രൈസ് ഉണ്ടായിരുന്നു അല്ലെ? ക്രൈം ഒക്കെ നടന്നത് അവിടെ ബ്ലഡിന്റെ ട്രൈസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ബ്ലഡിന്റെ ഒരു അംശം അവിടെ കാണുന്നുണ്ട്, ട്രേസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അല്ലെ? അപ്പൊ അതായത് അതൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ? അതിന്റെ ഒരു പ്രസൻസ് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതാണ് ഇവിടെ നമ്മൾ ട്രേസബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോസ്റ്റിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നമുക്ക് ഇവിടെ കോസ്റ്റിനെ ട്രേസബിലിറ്റി ബേസ് കൊണ്ട് ട്രേസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഡയറക്റ്റ് കോസ്റ്റുകൾ. നേരിട്ട് ട്രേസ് ചെയ്യാൻ പറ്റാത്ത എന്താണ്? ഇൻഡയറക്റ്റ് കോസ്റ്റ്. രണ്ട് ക്ലാസിഫിക്കേഷൻ, ഡയറക്റ്റ് കോസ്റ്റ് അത് ഇൻഡയറക്റ്റ് കോസ്റ്റ്. എന്താ ഇവിടെ പറയുന്നത്? ഈ ഡയറക്റ്റും ഇൻഡയറക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഇവിടെ നോക്കട്ടോ. ഡയറക്റ്റ് കോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കോസ്റ്റ് can be assigned to a cost object in an economically feasible way. ഒരു കോസ്റ്റ് വന്നത് എനിക്ക് ആ പ്രൊഡക്റ്റ് കാണിച്ചു തരുന്നതാ, ഒരാളോട് പറയാം ഈ കോസ്റ്റ് ഇതിന് വന്ന കേട്ടോ, അയാൾക്കത് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ എക്കണോമിക്കലി ഫീസിബിൾ ആയ രീതിയിൽ എന്ത് ചെയ്യും? അത് നമുക്ക് അതിലേക്ക് അസൈൻ ചെയ്യാൻ പറ്റും. പിന്നീട് കൺഫ്യൂഷൻ അതിക്ക് മാത്രമാണോ അത് വേറെ ഏതെങ്കിലും ഇതിന് കോസ്റ്റ് ആണ്, അങ്ങനെ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല. ഒരു പേന കൂടിയിട്ട് പറയാ ഈ പേനയുടെ പ്ലാസ്റ്റിക് ബോഡിക്ക് ഇത്ര രൂപയുടെ കോസ്റ്റ് വന്നു, അയാൾക്ക് പിന്നെ കൺഫ്യൂഷൻ ഒന്നും ഇല്ല അല്ലേ? ഇനി ആ ചിലവ് ഇതിലേക്ക് വേണ്ടി മാത്രം, അത് പെൻസിലിനും കൂടി ഉള്ള ചിലവാണോ? അങ്ങനെ തോന്നലൊന്നുമില്ല. ഇതിന്റെ പ്ലാസ്റ്റിക് ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കയ്യിലെ പേനയുടെ പ്ലാസ്റ്റിക് ബോഡിക്ക് വരുന്ന ചിലവ് ആ പേനയുമായി മാത്രം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പൊ അതിലേക്ക് ഡയറക്റ്റ് നമുക്ക് പറയാൻ പറ്റും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കോസ്റ്റുകൾ. അപ്പൊ ഈ ഡയറക്റ്റ് എന്നുള്ളതിന് നമ്മൾ മൂന്നായിട്ട് തിരിക്കാം. ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഡയറക്റ്റ് എംപ്ലോയീസ് ദാറ്റ് മീൻസ് ലേബർ കോസ്റ്റ് ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസസ്. നേരത്തെ മെറ്റീരിയൽ ലേബർ എക്സ്പെൻസും അല്ല, അതേപോലെ ഡയറക്റ്റ് എന്നുള്ളത് കൂടി കൂടിട്ടോ. ഡയറക്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് അതിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന, അപ്പൊ അതിൽ നമുക്ക് കാണാൻ പറ്റുന്ന
അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു പേനയുടെ കാര്യത്തിൽ അല്ലെ, ഒരു ട്യൂബ്, അതിന്റെ പ്ലാസ്റ്റിക് ബോഡി, ഇതൊക്കെ അതിൽ കാണാൻ പറ്റുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള മെറ്റീരിയൽസിനെ കൊണ്ട് വരുന്ന ചിലവ്, ഒരു ഫർണിച്ചർ ഉണ്ടാക്കുന്നു, അതിന്റെ തടി അല്ലെ, അപ്പൊ അതിന്റെ പെയിന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ കാണാൻ പറ്റുന്നതാണ് അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മെറ്റീരിയൽസ് ആണ്. ആ മെറ്റീരിയലിന് വേണ്ടി വരുന്ന ചിലവ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്. ഇനി ഒരു ഫർണിച്ചറിന്റെ കാര്യം എടുക്കുക, അല്ലെങ്കിൽ പേന ഉണ്ടാക്കുന്ന എടുക്കുക. അവിടെ ഒരു എംപ്ലോയി ആ പേന ഉണ്ടാക്കുന്ന പ്രോസസ് ഡയറക്റ്റ് ആയിട്ട് പണിയെടുത്തിട്ടുണ്ട് എന്ന് വിചാരിച്ചോ, അയാൾക്ക് കൂലി കൊടുക്കണം, അതായത് സാലറി കൊടുക്കണം. അപ്പൊ അയാൾക്ക് വരുന്ന ചിലവ് എന്താണ്? ആ സാധനം എംപ്ലോയി കോസ്റ്റ് ആണ്, ലേബർ കോസ്റ്റ് ആണ്. അത് ഡയറക്റ്റ് അതിലേക്ക് റിലേറ്റഡ് ആണ് അല്ലേ. അപ്പൊ അത് ഡയറക്റ്റ് ലേബർ കോസ്റ്റ്. ഇനി നോക്കാം ഡയറക്റ്റ് എക്സ്പെൻസസ്. മെറ്റീരിയൽ ലേബറോ അല്ല, എന്നാൽ ഈ പ്രൊഡക്റ്റുമായി ഡയറക്റ്റ് ബന്ധപ്പെട്ടതാണ്. അപ്പൊ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ഒരു ഫർണിച്ചർ ഉണ്ടാക്കുന്ന സമയത്ത് അത് തടി കട്ട് ചെയ്യണം അല്ലേ, വുഡ് കട്ട് ചെയ്യണം. അത് കട്ട് ചെയ്യാൻ ഒരു മെഷീൻ ഞാൻ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. എന്തിനു വേണ്ടി മാത്രം? ആ ഒരു ചെയറോ ടേബിളോ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ആ കട്ടർ ഉപയോഗിക്കുന്നത്. അപ്പൊ ഞാൻ അതിന് റെന്റ് കൊടുക്കുക, റെന്റ് ഒരു 1000 രൂപ കൊടുക്കുന്നുണ്ട് വിചാരിക്കുക. ഒരു ദിവസം 1000 രൂപയാണ് ആ കട്ടറിന്റെ റെന്റ് എന്ന് വിചാരിക്കുക. ആ റെന്റ് എന്നുള്ളത് ആ പ്രൊഡക്റ്റുമായി ഡയറക്ട്ലി റിലേറ്റഡ് ആണ്. എന്നത് മെറ്റീരിയൽ ആണോ? ഞാൻ സ്വന്തമായിട്ട് ഇതിൽ സാധനം വാങ്ങിയതാണോ? അല്ല. എംപ്ലോയിയുടെ ലേബർ കോസ്റ്റ് ഒന്നും അല്ല, എന്നാൽ ഇതിലേക്ക് ഡയറക്റ്റ് റിലേറ്റഡ് ആണല്ലേ. അപ്പൊ അങ്ങനെ വരുന്നത് എന്താണ്? ഡയറക്റ്റ് മെറ്റീരിയൽ എക്സ്പെൻസസ് എക്സെപ്റ്റ് ഡയറക്റ്റ് മെറ്റീരിയൽ ആൻഡ് ഡയറക്റ്റ് എംപ്ലോയി കോസ്റ്റ് വിച്ച് ക്യാൻ ബി അസൈൻഡ് ടു കോസ്റ്റ് സബ്ജക്റ്റ്. ഡയറക്റ്റ് എക്സ്പെൻസോ ഡയറക്റ്റ് മെറ്റീരിയലോ ഡയറക്റ്റ് ലേബറോ അല്ലാതെ ഒരു പ്രൊഡക്റ്റിലേക്ക് ഡയറക്റ്റ് റിലേറ്റഡ് ആയിട്ട് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെന്താണ്? ഡയറക്റ്റ് എക്സ്പെൻസ് കേട്ടോ. ഇനി അടുത്തത് നോക്കാം, ഇൻഡയറക്റ്റ് കോസ്റ്റ്. എന്താ ഇൻഡയറക്റ്റ് കോസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഇറ്റ് ഈസ് നോട്ട് ഐഡന്റിഫയബിൾ ആസ് ഡയറക്റ്റ് കോസ്റ്റ്. ഡയറക്റ്റ് കോസ്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. ഒരു പ്രൊഡക്റ്റ് കാണിച്ചിട്ട് ഇത് ഡയറക്റ്റ് ഇതിലേക്ക് എക്സാമ്പിൾ ആയിട്ട് ഒരു പേൻ ഉണ്ടാക്കുന്ന കമ്പനിയാണ്, അവിടെ പെൻസിലൊക്കെ ഉണ്ടാക്കുന്നത്, പെൻസിൽ ഉണ്ടാക്കുന്നത്, നോട്ട്ബുക്ക് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് വിചാരിച്ചോ. എന്നിട്ട് ഞാൻ പറയാം റെന്റ് വന്നിട്ടുണ്ട്. ആ റെന്റ് വന്നിട്ടുള്ളത് ഇത് ഈ പേനയുടെ റെന്റ് ആണ് കേട്ടോ. പറയാൻ പറ്റുമോ? പേന മാത്രമല്ല, പെൻസിലും ബുക്കൊക്കെ ഉണ്ടാ, എല്ലാത്തിനും ഉപയോഗിക്കുന്ന ബിൽഡിംഗാ. അപ്പൊ എല്ലാവർക്കും കൂടി ഉള്ളതാ, ഒരാൾക്ക് മാത്രമായിട്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. അങ്ങനെ വരുന്ന കോസ്റ്റുകളാണ് ഇൻഡയറക്റ്റ് കോസ്റ്റുകൾ. ഓക്കെ, അപ്പൊ ഈ ഇൻഡയറക്റ്റ് കോസ്റ്റിനെ മൂന്നായിട്ട് പറയുന്നുണ്ട്: ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഇൻഡയറക്റ്റ് എംപ്ലോയി കോസ്റ്റ്, ദാറ്റ് മീൻസ് ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. എന്താ ഇവിടെ പറയുന്നത്? മെറ്റീരിയൽ കോസ്റ്റ് ആണ്, പക്ഷെ എന്താണ്? കനോട്ട് ബി ഡയറക്ട്ലി അസൈൻ ടു എ പർട്ടിക്കുലർ കോസ്റ്റ് ഒബ്ജക്റ്റ്. എന്ന് ഒരു പ്രൊഡക്റ്റിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞുതരാം, ഓഫീസിൽ നമുക്ക് പേപ്പർ ഉപയോഗിക്കുന്നുണ്ടാവും അല്ലെ, A4 ഷീറ്റ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടാവും, പ്രിന്റിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും. ഒരു മെറ്റീരിയലാ. എനിക്ക് പറയാൻ പറ്റുമോ ആ മെറ്റീരിയൽ പേന ഉണ്ടാക്കാൻ വേണ്ടിയുള്ള മെറ്റീരിയലാന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പേപ്പർ വാങ്ങുമ്പോൾ ഒരു 100 രൂപ ചെലവായിട്ട് മെറ്റീരിയലിന്റെ കോസ്റ്റ്, പക്ഷെ ഡയറക്റ്റ് അല്ല, ആ പ്രൊഡക്റ്റിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതല്ല, ഡയറക്റ്റ് മെറ്റീരിയൽ അല്ല, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ആണ്. നമ്മൾ ഓഫീസിൽ ഒരു ഇന്റേണൽ ഓഡിറ്റർ ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു CMA കാരനെ നിങ്ങൾ ഇന്റേണൽ ഓഡിറ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അയാൾക്ക് നിങ്ങൾ ഒരു 1,50,000 പെർ മന്ത് സാലറി കൊടുക്കുന്നുണ്ട്. 1,50,000 ഒരു മന്തിൽ അയാൾക്ക് സാലറി കൊടുക്കുന്നുണ്ടെന്ന് വിചാരിച്ചോ. ഇന്റേണൽ ഓഡിറ്റർ ആണ്. അയാൾക്ക് കൊടുക്കുന്ന സാലറി, അയാൾ നിങ്ങൾ എംപ്ലോയി ആണ് അല്ലേ, എംപ്ലോയി കോസ്റ്റ്, ലേബർ കോസ്റ്റ് ആണ്. എന്നാൽ ആ സാലറി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു പേന ഉണ്ടാക്കാനുള്ള ചിലവായിട്ട് പറയാൻ പറ്റുമോ? പെൻസിൽ ഉണ്ടാക്കാനുള്ള ചിലവായിട്ട് പറയാൻ പറ്റുമോ? ഇല്ല അല്ലേ. അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഇതിലേക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ വരുന്നത് എന്താണ്? ഇൻഡയറക്റ്റ് എംപ്ലോയി കോസ്റ്റ് ആണ്. ഇനി അതല്ലാതെ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഒരു പ്രൊഡക്റ്റിലേക്ക് ഡയറക്റ്റ് പറയാൻ പറ്റില്ല, എന്നാൽ ഇൻഡയറക്റ്റ് ആണ്. ഇലക്ട്രിസിറ്റി ബിൽ മൊത്തത്തിൽ വന്നതായിരിക്കും. അതേപോലെ തന്നെ റെന്റ്, റൂം റെന്റ്, ബിൽഡിങ്ങിന് റെന്റ്, അതിന് ട്രാവലിംഗ് എക്സ്പെൻസ്, ഇങ്ങനെ വരുന്നതൊക്കെ ഒരു പ്രൊഡക്റ്റിലേക്ക് മേ ബി ഡയറക്റ്റ്ലി ആയിട്ട് പറയാൻ പറ്റില്ല, ഇൻഡയറക്റ്റ് ആയിട്ട് ആ പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവാം. അങ്ങനെ വരുന്ന എക്സ്പെൻസുകളൊക്കെ എന്ത് ചെയ്യാം? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന കാറ്റഗറിയിൽ പറയാം കേട്ടോ. അപ്പൊ രണ്ടെണ്ണം നമ്മൾ പറഞ്ഞത്, ഒന്ന് നാച്ചുറൽ ബേസ് കൊണ്ട് മെറ്റീരിയൽ, ലേബർ എക്സ്പെൻസ് എന്ന് പറഞ്ഞു. ട്രേസബിലിറ്റി ബേസ് കൊണ്ട് ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്, അതിൽ തന്നെ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. അതേപോലെ ഡയറക്റ്റിലും ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ് കേട്ടോ. ഇനി നമ്മൾ നോക്കുന്നത് ഫംഗ്ഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് കേട്ടോ. ഫംഗ്ഷൻ, എന്ത് ഫംഗ്ഷനാണ് ഈ കോസ്റ്റ് ഉപയോഗിക്കുന്നത്, ഏത് ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്? മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ, ഒരു പ്രൊഡക്റ്റ് ഫാക്ടറിയിലൊക്കെ വരുന്നത് ഇല്ലേ, അങ്ങനെ ഉപയോഗിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അത് മാനുഫാക്ചറിങ് കോസ്റ്റ് ആണ്. മാനുഫാക്ചറിങ് കോസ്റ്റ്. ഓക്കെ, ഒരു പ്രൊഡക്റ്റിന്റെ മെറ്റീരിയൽ വാങ്ങുന്നു, അവിടെയുള്ള എംപ്ലോയീസ് പണിയെടുക്കുന്നു, ഇതൊക്കെ പ്രൊഡക്ഷൻ പ്രോസസ്സിലാണ് ഇല്ലേ. അങ്ങനെ വരുന്ന കാര്യങ്ങളൊക്കെ. ഫാക്ടറിയിൽ കറണ്ട് ബില്ല് വരുന്നുണ്ട്, ഫാക്ടറിയുടെ കറണ്ട് ബില്ല്, അത് എന്തിനു വേണ്ടിയിട്ടാ? അത് പ്രൊഡക്ഷൻ വേണ്ടിയിട്ടല്ലേ, അത് പ്രൊഡക്ഷൻ കോസ്റ്റാ. ഫാക്ടറിയുടെ റെന്റ് വരുന്നു, ഫാക്ടറി ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഫാക്ടറി ഉപയോഗിക്കുന്നത് മാനുഫാക്ചറിങ്ങിനാണ്, പ്രൊഡക്ഷൻ. അപ്പൊ അത് പ്രൊഡക്ഷൻ കോസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രൊഡക്റ്റിന്റെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന കോസ്റ്റുകൾ. എന്നാൽ ഓഫീസിൽ വരുന്ന ചെലവല്ല കേട്ടോ, ഇത് പ്രൊഡക്റ്റ് ഫാക്ടറിയിലല്ല ഉണ്ടാക്കുന്നത്, ആ ഫാക്ടറിയുടെ ഉള്ളിൽ വരുന്ന ചെലവുകളൊക്കെ എന്താണ്?
അവിടെ വരുന്ന മാനുഫാക്ചറിങ് കോസ്റ്റ് ആണ്. ഇനി ഫാക്ടറിയുമായി ബന്ധപ്പെട്ട അപ്പുറത്തൊരു ഓഫീസ് ഉണ്ടാവില്ലേ, അഡ്മിനിസ്ട്രേഷൻ, അവിടെ മാനേജേഴ്സ് ഒക്കെ ഇരിക്കുന്നത്, അവരുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഓഫീസ് ബിൽഡിങ്ങിന് റെന്റ് വരുന്നു, ഓഫീസിലെ ഫർണിച്ചറിന്റെ ചെലവുകളോ അങ്ങനെ എന്തായാലും സെയിൽസുമായി ബന്ധപ്പെട്ട് അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ ഒരു മാനേജർ ഉണ്ട്, ആ മാനേജർ സെയിൽസ് മാനേജർ അയാൾക്ക് അഡ്മിനിസ്ട്രേഷൻ ആണ്, മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഓഫീസുമായി ബന്ധപ്പെട്ട് വരുന്ന ചെലവുകൾ, അതിനെന്ത് പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞത്. സെല്ലിംഗ് കോസ്റ്റ് എന്താണ്, ഞാൻ ഇതൊന്ന് അണ്ടർലൈൻ ചെയ്ത് തരാൻ വേണ്ട പോയിന്റ് കേട്ടോ. ഫസ്റ്റ് മാനുഫാക്ചറിംഗ് വിട്ടുപോയതാണ്. മാനുഫാക്ചറിംഗ് കോസ്റ്റ് എന്താ പറയുന്നത്, കോസ്റ്റ് ഓഫ് ഓപ്പറേറ്റിംഗ് ദ മാനുഫാക്ചറിംഗ് ഡിവിഷൻ, കോസ്റ്റ് ഓഫ് ഓപ്പറേറ്റിംഗ് മാനുഫാക്ചറിംഗ് ഡിവിഷൻ ഓഫ് എ കമ്പനി. ഒരു ബിസിനസിന്റെ ഒരു മാനുഫാക്ചറിംഗ് ഡിവിഷൻ, ദാറ്റ് മീൻസ് എ ഫാക്ടറി, ഫാക്ടറി അല്ലേ മാനുഫാക്ചർ ചെയ്യുന്ന ഭാഗം, അവിടെ വരുന്ന ചെലവുകൾ കേട്ടോ. അതിനാണ് എന്ത് പറയുന്നത് മാനുഫാക്ചറിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് എന്താണ്, കോസ്റ്റ് ഓഫ് ഫോർമുലേറ്റിംഗ് the policy, directing the organization and controlling the operations which is not related directly or to a production, selling, distribution, research or development activity or functions of administration or functions of administration cost. Okay, ഇവിടെ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസിന്റെ പോളിസി മേക്കിംഗ്, അതിന്റെ ഡയറക്റ്റിംഗ്, കൺട്രോളിങ്, അങ്ങനെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട്. അവരതുമായി ബന്ധപ്പെട്ടിരുന്ന കോസ്റ്റ്. എന്നാൽ ഈ കോസ്റ്റ് ഏതുമായിട്ട് ബന്ധപ്പെട്ടതല്ല, സെല്ലിങ്ങോ ഡിസ്ട്രിബ്യൂഷനോ അല്ലെങ്കിൽ റിസർച്ച് ഡെവലപ്മെന്റ് അങ്ങനത്തെ ഉള്ളതായിട്ട് ബന്ധപ്പെട്ടതാവരുത്. അതാണെന്നുണ്ടെങ്കിൽ ആ കാറ്റഗറിയിലേക്ക് പോവാം. അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ ഓഫീസുമായി ബന്ധപ്പെട്ട് വരുന്ന ചിലവുകൾ. സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സെയിൽസ് അല്ലെ. സെയിൽസ് എന്ന് എന്താ, ഒരു പ്രൊഡക്റ്റ് ഡിമാൻഡ് ഉണ്ടാകുമ്പോൾ ആളുകൾ പ്രൊഡക്റ്റ് വാങ്ങും അല്ലെ. അപ്പൊ ആദ്യം ഡിമാൻഡ് ഉണ്ടാവണം, എന്നാലേ ആളുകൾ വാങ്ങുള്ളൂ. ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ആഡ് ഒക്കെ കൊടുക്കല്ലോ, അഡ്വർടൈസ്മെന്റ് അല്ലേ. അപ്പൊ അതൊക്കെ ഏതാണ്, സെല്ലിംഗ് കോസ്റ്റ് ആണ്. ദ കോസ്റ്റ് ഓഫ് സീക്കിംഗ് ടു ക്രിയേറ്റ് ആൻഡ് സ്റ്റിമുലേറ്റ് ഡിമാൻഡ്, ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ അതുപോലെ തന്നെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ, കൂടുതൽ കൂട്ടാൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന, എസ്പെഷ്യലി നമുക്ക് എന്താ പറയാ അഡ്വർടൈസ്മെന്റ്. ഇപ്പൊ CA കോഴ്സുകൾ നിങ്ങൾക്ക് അറിയാം. ഇപ്പോൾ സയൻസ് കോഴ്സുകളെക്കാട്ടിലൊക്കെ കൂടുതലായിട്ട് നമുക്കറിയാം മമ്മൂക്കിയും മോഹൻലാലൊക്കെ ബ്രാൻഡ് അംബാസിഡർമാരായിട്ടൊക്കെ നമ്മള് കോഴ്സുകൾ അഡ്വൈസ് ചെയ്യാണ്. അപ്പൊ ഇന്ന് TV ഒക്കെ തുറന്നു കഴിഞ്ഞാൽ എവിടെ മറ്റുള്ള ഡിസ്പ്ലേക്കാൾ കൂടുതൽ കാണാൻ പറ്റുന്ന അഡ്വർടൈസ്മെന്റ്, അത്രയും പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കോഴ്സുകൾ അല്ലേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ സെല്ലിംഗ് കോസ്റ്റിന്റെ ഭാഗമായിട്ട് പറയാൻ പറ്റും. ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റിന് അടുത്തത്, ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെൻഡിച്ചർ incurred for making the packed product available for dispatch to making the reconditioned returned empty packages if any available for use. That means നിങ്ങൾ പാക്ക് ചെയ്ത പ്രൊഡക്റ്റ് കയ്യിൽ വെച്ചാൽ പോരാ അല്ലെ, ബിസിനസ്സിൽ വെച്ചാൽ മതിയോ. ആ പാക്കഡായ പ്രൊഡക്റ്റ് അവിടെ എൻഡ് കസ്റ്റമേഴ്സ് ഉണ്ടാവും, ആ കസ്റ്റമേഴ്സിന്റെ കയ്യിലേക്ക് അവിടെ എത്തിച്ചു കൊടുക്കണം. നമ്മൾ എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് സോഫ്റ്റ് ഡ്രിങ്ക് ആണെന്ന് വിചാരിക്കാം, കൊക്കക്കോള, പെപ്സി അങ്ങനെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണെന്ന് വിചാരിക്കാം. ആ പ്രൊഡക്റ്റുകൾ ഇവർക്ക് കുടിക്കണമെങ്കിൽ അങ്ങോട്ട് എത്തിക്കണം അല്ലേ. തിരിച്ച് മേ ബി പല കൺട്രീസ്, ഫോറിൻ കൺട്രീസിലൊക്കെ ഉണ്ടാവും, അവരെ കയ്യിലൊക്കെ എംറ്റി പാക്ക് ബോട്ടിൽസ് ഉണ്ടാവും അല്ലെ. ആ ബോട്ടിൽസ് ഇവരെ കയ്യിൽ നിന്ന് തിരിച്ച് പല രാജ്യങ്ങളും എന്ത് ചെയ്യാറുണ്ട്, അവർ നമ്മളെ എൻവയോൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ പ്ലാസ്റ്റിക് യൂസ് കുറക്കുന്നതിന്റെ ഒക്കെ ഭാഗമായിട്ട് ഈ ബോട്ടിലുകൾ തിരിച്ച് ഇങ്ങോട്ട് വാങ്ങാറുണ്ട്. അപ്പൊ ഈ പ്രൊഡക്റ്റ് ഇവരെ കയ്യിലേക്ക് എത്തിക്കുകയും ഇനി അതിൽ എന്തെങ്കിലും റീയൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തിരിച്ച് അതിന്റെ ഭാഗങ്ങൾ ഇങ്ങോട്ട് തിരിച്ച് ബിസിനസ്സിലേക്ക് എത്തിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിക്കുന്ന പരിപാടി, അതാണ് എന്ത് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അങ്ങനെ വരുന്ന കോസ്റ്റുകൾ. ഇപ്പൊ ഒരു വണ്ടി ഇവിടുന്ന് പോകുന്നുണ്ട് വിചാരിക്കാം, അതിലൊരു എംപ്ലോയി ഉണ്ട് എന്ന് വിചാരിക്കാം, അങ്ങനെയുള്ള എല്ലാ കോസ്റ്റുകളും എന്താണ്, അതൊക്കെ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് ആണ് വരുന്നത്. ക്ലിയർ. ഇനി ലാസ്റ്റ് റിസർച്ച് ഡെവലപ്മെന്റ്. റിസർച്ച് കോസ്റ്റ് നമ്മൾ സാധാരണ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് ഒരുമിച്ചാ പറയാം. എന്താ റിസർച്ച് എന്ന് പറഞ്ഞാൽ പുതിയ കണ്ടുപിടുത്തങ്ങൾ അല്ലേ, സെർച്ചിങ് ഫോർ ന്യൂ, അതാണ് എന്ത് പറയാറുള്ളത് റിസർച്ച്. സെർച്ചിങ് ഫോർ ന്യൂ ഓർ ഇംപ്രൂവ്ഡ് പ്രൊഡക്ട്സ്, ന്യൂ ആപ്ലിക്കേഷൻസ് ഓഫ് മെറ്റീരിയൽസ് ഓർ ന്യൂ ഓർ ഇംപ്രൂവ്ഡ് മെത്തേഡ്സ്. നമ്മുടെ ബിസിനസ്സിൽ എന്നൊക്കെ പണ്ട് കണ്ടുപിടിച്ച അതേ സാധനമായിട്ട് മുന്നോട്ട് പോലെ ചെയ്യാം. എല്ലാവരും എന്ത് ചെയ്യാറുണ്ട്, ഇന്നോവേറ്റീവ് ആയിട്ട് പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടെത്തിയുണ്ട്. അതാരാ, അതിനായിട്ട് പുതിയ ടീം ഉണ്ടാവും, വലിയൊരു ഡിപ്പാർട്ട്മെന്റ് തന്നെ, അതിൽ ചിലപ്പോൾ സയന്റിസ്റ്റുകളോ അല്ലെങ്കിൽ നല്ല എക്സ്പെർട്ട് ആയിട്ട് ആളുകളൊക്കെ അതിനെപ്പറ്റി റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അവർ പുതിയതായിട്ടുള്ള പ്രൊഡക്റ്റുകള്, അത് പുതിയ മെത്തേഡ്സ്, പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തി അത് നമുക്ക് പറഞ്ഞു തരും അല്ലേ. അപ്പൊ അവർക്ക് സാലറി കൊടുക്കണം, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അതിന് വേണ്ടി വരുന്ന കോസ്റ്റുകളൊക്കെ എന്താണ്, റിസർച്ച് കോസ്റ്റാണ്. ഇവർ കണ്ടുപിടിച്ചാൽ മാത്രം മതിയോ, അത് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യണ്ടേ, അതാണ് ഇത് ഡെവലപ്മെന്റ് കോസ്റ്റ്. കോസ്റ്റ് of implementation of the decision to produce new or improved product
employ a new or improvement methods till the commencement of formal production that products or by the method of development cost is development cost. That means നേരത്തെ റിസർച്ചിലൂടെ കണ്ടെത്തി അവർ പുതിയ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാം. അപ്പോൾ അത് പുതിയതായിട്ട് നമുക്ക് പ്രൊഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ പുതിയ ഫാക്ടറി വേണ്ടി വരും, അല്ലെങ്കിൽ പുതിയ മെഷീൻസ് വേണ്ടി വരും, പുതിയ ടെക്നോളജി വേണ്ടി വരും. അപ്പോൾ അതൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക, ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി വരുന്ന ചെലവുകളാണ് എന്ത് ഡെവലപ്മെന്റ് കോസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? പ്രൊഡക്ഷൻ ഉണ്ട്, അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, അതേപോലെ തന്നെ സെല്ലിംഗ് ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, റിസർച്ച്, ഡെവലപ്മെന്റ്, ഇത്തരത്തിലുള്ള കോസ്റ്റുകളൊക്കെ ഓർമ്മ ഉണ്ടായിരിക്കുക. ഇനി ബിഹേവിയർ അനുസരിച്ച് എന്താ ബിഹേവിയർ അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യുക എന്ന് പറഞ്ഞത്? ഒരു കോസ്റ്റിന്റെ ബിഹേവിയർ ഫിക്സഡ് ആയിട്ടുള്ള കോസ്റ്റുകൾ ഉണ്ടാവും. നിങ്ങൾ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും ആ കോസ്റ്റ് മാറില്ല, അതിന്റെ ബിഹേവിയർ എന്താ ഫിക്സ്ഡ് ആണ്. എന്നാൽ ചിലത് എന്തായിരിക്കും? വേരിയബിൾ. പ്രൊഡക്റ്റിന്റെ ക്വാണ്ടിറ്റി മാറുന്നതനുസരിച്ച് കുറച്ച് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കുറച്ച് കോസ്റ്റ് ഉണ്ടാവുള്ളൂ, കൂടുതലാവുമ്പോൾ കൂടി വരും. അത് വേരി ചെയ്തുകൊണ്ടിരിക്കും, വേരിയബിൾ കോസ്റ്റ് ആയിരിക്കും ചിലത്. മറ്റു ചിലതിന്റെ ബിഹേവിയർ സെമി വരും, കുറച്ചൊക്കെ ഫിക്സ്ഡ് ആയിരിക്കും, കുറച്ചൊക്കെ എന്തായിരിക്കും വേരിയബിൾ. ഒരു പരിധി വരെ ഫിക്സ്ഡ്, പിന്നെ അങ്ങോട്ട് എന്ത് ചെയ്യും? വേരി ചെയ്യും. അങ്ങനെയുള്ളതൊക്കെയാണ്. അപ്പൊ എന്തൊക്കെയാണ് ഫിക്സ്ഡ് എന്ന് പറഞ്ഞാൽ? ഫിക്സ്ഡ് കോസ്റ്റ് ആർ കോസ്റ്റ് വിച്ച് ഡു നോട്ട് വേരി വിത്ത് ദ ചേഞ്ച് ഇൻ ദ വോളിയം ഓഫ് ആക്ടിവിറ്റി. ആക്ടിവിറ്റി വോളിയം മാറുന്നതനുസരിച്ച് ഇപ്പൊ 100 പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും 10,000 പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും എന്തായിരിക്കും? അത് ഒരേപോലെ. എക്സാമ്പിൾ റെന്റ്, ഒരു ബിൽഡിങ്ങിന്റെ റെന്റ്, ആ റെന്റിന് എടുത്തു നിങ്ങൾ അതിനുള്ളിൽ 100 ഉണ്ടാക്കിയാലും അതേ റെന്റ് കൊടുത്താൽ മതി, 10,000 ഉണ്ടാക്കിയാലും ഒരേ റെന്റ് കൊടുത്താൽ മതി. ഇറ്റ് ഈസ് ഫിക്സ്ഡ് കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലേ? കോസ്റ്റ് വിച്ച് ടെൻഡ്സ് ടു ഡയറക്ട്ലി വേരി വിത്ത് വോളിയം ഓഫ് ആക്ടിവിറ്റി. എക്സാമ്പിൾ മെറ്റീരിയൽ 100 ഉണ്ടാക്കുകയാണെങ്കിൽ അതിനാവശ്യമായ റോ മെറ്റീരിയൽസ് മതി അല്ലേ? എന്നാൽ 1000 ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലോ മെറ്റീരിയൽസ് അതിനേക്കാൾ കൂടുതൽ വാങ്ങണം. അപ്പൊ അങ്ങനെ പല രീതിയിൽ ക്വാണ്ടിറ്റി മാറുന്നതിനനുസരിച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ആണെങ്കിൽ കൂടുതൽ കോസ്റ്റ് വരും, കുറഞ്ഞ ക്വാണ്ടിറ്റി ആണെങ്കിൽ കുറഞ്ഞ കോസ്റ്റ് വരുള്ളൂ. ഡയറക്ട്ലി വേരി വിത്ത് ക്വാണ്ടിറ്റി ആൻഡ് വോളിയം ഓഫ് ആക്ടിവിറ്റി. അതിനെന്ത് പറയുന്നത്? വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. സെമി വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടിന്റെയും സ്വഭാവം കാണിക്കുന്നത്. കണ്ടെയ്ൻ ബോത്ത് ഫിക്സഡ് ആൻഡ് വേരിയബിൾ എലമെന്റ്സ്. രണ്ടിന്റെയും എലമെന്റ്സ് ഉണ്ട്. ഫിക്സഡ് എലമെന്റ് കാണാൻ പറ്റും, വേരിയബിൾ ഉണ്ട്. ഒരു പരിധി വരെ അത് ഫിക്സ്ഡ് ആയിരിക്കും, പിന്നീട് അങ്ങോട്ട് എന്ത് ചെയ്യും? വേരിയും. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇലക്ട്രിസിറ്റി ബിൽ എടുക്കാം. ഒരു കമ്പനി ഒരു യൂണിറ്റ് പോലും ഒരു മാസം ഉപയോഗിച്ചിട്ടില്ല എന്ന് വിചാരിക്കുക. എന്നാലൂടെ മിനിമം ചാർജ് ഉണ്ടാവും അല്ലേ? മിനിമം അയാൾ വരെ 500 രൂപ ചാർജ്. ഞാൻ കറക്റ്റ് ആണെന്നില്ല ഞാൻ പറയുന്നത്. മിനിമം 500 രൂപ അത് നിങ്ങൾ ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും KSB കൊടുക്കണം. എന്നാൽ ഒരു ഇതിന് മേ ബി അവർ ലിമിറ്റ് വെച്ചിട്ടുണ്ടാവും, ഇതിനൊരു 50 യൂണിറ്റ് വരെ ഉപയോഗിക്കാം കേട്ടോ. ഇനി 50 യൂണിറ്റ് ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും എന്ത് കൊടുക്കണം? 500 കൊടുക്കണം. എന്നാൽ 100 യൂണിറ്റ് ഉപയോഗിച്ചാൽ ഈ 500 കൊടുത്താൽ മതിയോ? ഇല്ല. 100 യൂണിറ്റ് അത് ഉപയോഗിച്ചതിനനുസരിച്ച് കൂടി വരും. 150 യൂണിറ്റ് ആകുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും? ഉപയോഗിച്ചതിനനുസരിച്ച് കൂടി വരും. ഒരു പരിധി വരെ അത് ഫിക്സ്ഡ് ആണ്, ഒരു പരിധി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വേരി ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാവാം. ടെലിഫോൺ ചാർജസ് ഉണ്ടാവും അല്ലെ? മിനിമം ഒരു മാസം ഇത്രയാണ്. അത് നിങ്ങൾ എത്ര മിനിറ്റ് ഉപയോഗിക്കുന്നത് നോക്കിയിട്ടില്ല, മിനിമം അത്ര കൊടുക്കണം. പിന്നെ നിങ്ങൾ കൂടുതൽ ഉപയോഗിക്കുകയാണെങ്കിലോ അതിനനുസരിച്ച് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഒരു ഫിക്സ്ഡ് എലമെന്റും കാണാം, വേരിയബിൾ എലമെന്റും, രണ്ടും ഒരേ സ്വഭാവം കാണിക്കുന്നുണ്ട് അല്ലെ? അതാണ് സെമി വേരിയബിൾ. ബിഹേവിയറിനനുസരിച്ചുകൊണ്ട് ഫിക്സഡ്, വേരിയബിൾ, സെമി വേരിയബിൾ കേട്ടോ. ഇനി നാച്ചർ ഓഫ് പ്രൊഡക്ഷൻ ഓർ ഓപ്പറേഷൻ പ്രോസസ്. ഒരു പ്രൊഡക്റ്റിന്റെ എങ്ങനെയുള്ള പ്രൊഡക്ഷനാണ് നടക്കുന്നത്, അതിന്റെ പ്രോസസ് എങ്ങനെയാണ്, അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ കോസ്റ്റിംഗ് അല്ലെ പഠിച്ചത്. ജോബ് കോസ്റ്റിംഗ്, ബാച്ച് കോസ്റ്റ്, അതേപോലെ തന്നെ കേട്ടോ. ജോബ് കോസ്റ്റ്, ഒരു പ്രിന്റിങ് പ്രസ്, അവിടെ നോട്ടീസ് അടിക്കുന്നു, അല്ലെങ്കിൽ പോസ്റ്റർ അടിക്കുന്നു, ഫ്ലെക്സ് അടിക്കുന്നു. അപ്പൊ ആ ഒരു കാര്യത്തിന്, ആ ഒരു പ്രിന്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഫ്ലെക്സ് അടിക്കാൻ, അല്ലെങ്കിൽ കല്യാണ കത്തടിക്കാൻ, ഇതിനൊക്കെ എത്ര കോസ്റ്റ് വരും? അതാണ് ജോബ് കോസ്റ്റ്. ബാച്ച് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചില പ്രൊഡക്റ്റ് നമ്മൾ ഒന്നായിട്ടില്ല, ഒരു ബാച്ച് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെ? ആ ബാച്ച് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ബാച്ചിന് എത്ര കോസ്റ്റ് വരുന്നുണ്ട്? ഗ്രൂപ്പ് ഓഫ് സിമിലർ ആർട്ടിക്കിൾസ് ആയിരിക്കും കേട്ടോ. ഒന്ന് മാത്രമല്ല, ഒരു ഗ്രൂപ്പ് ആയിരിക്കും ഉണ്ടാവുക. ആ ഗ്രൂപ്പിന് മൊത്തത്തിൽ എത്ര ചെലവ് വരുന്നു? കോൺട്രാക്ട് കോസ്റ്റ് അറിയാം അല്ലെ? കോൺട്രാക്ട് കോസ്റ്റ് എന്താ? കോൺട്രാക്ട് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോൺട്രാക്ടറും കോൺട്രാക്റ്റും തമ്മിൽ പറയുന്ന കോസ്റ്റ്. ദാറ്റ് മീൻസ് ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന കോസ്റ്റുകളാണ്. പ്രോസസ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു പ്രൊഡക്റ്റ് അതിന്റെ റോ മെറ്റീരിയൽ ഒരു പ്രോസസ്സിലേക്ക് കൊണ്ടുവരുന്നു P1, എന്നാൽ അതിന് ഔട്ട്പുട്ട് കിട്ടില്ലേ? അത് നേരെ എന്ത് ചെയ്യുന്നു? രണ്ടാമത്തെ പ്രോസസ്സിലേക്ക് വന്നു P2, ഇനി വീണ്ടും അടുത്ത പ്രോസസ്സിലേക്ക് P3. അത് ലാസ്റ്റ് അതിന്റെ പ്രൊഡക്റ്റ് കിട്ടുന്നു അല്ലെ? ഒരു ഔട്ട്പുട്ട് കിട്ടുന്നു. ആ ഔട്ട്പുട്ട് അതിനിടയിൽ കുറെ പ്രോസസ്സ് കടന്നു വരുന്നുണ്ട് അല്ലെ? അപ്പോൾ ഓരോ പ്രോസസ്സിന് എത്ര കോസ്റ്റ് വരുന്നുണ്ട്? അതാണ് പ്രോസസ് കോസ്റ്റ്. ജോയിന്റ് കോസ്റ്റ് അടുത്തതുണ്ടോ? ജോയിന്റ് കോസ്റ്റ്, cost of common resources used for producing two or more products or rendering two or more services simultaneously. ജോയിന്റ് കോസ്റ്റ് എന്നാ പറയുന്നത്, ഒരുമിച്ച് വരുന്ന കോസ്റ്റുകൾ അല്ലേ? ജോയിന്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതായത് നമുക്കറിയാം ക്രൂഡ് ഓയിലൊക്കെ ഉണ്ടാകും അല്ലേ? ക്രൂഡ് ഓയിൽ നമ്മൾ അതിനെ റിഫൈൻ ചെയ്യാന്നാ പറയാം. ക്രൂഡ് ഓയിൽ റിഫൈൻ ചെയ്തിട്ടാണ് നമ്മൾ പെട്രോളും
ഡീസലും കെറോസിനും അങ്ങനെ പെട്രോളിയം ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. ഏറ്റവും വേസ്റ്റ് ആയിട്ട് അതിന്റെ ലാസ്റ്റ് കിട്ടുന്ന ടാർ. അപ്പൊ അതുവരെ ഒരുപാട് പ്രൊഡക്റ്റുകൾ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ റിഫൈൻ ചെയ്യുന്ന ആ പ്രോസസ്സിന് അത് പെട്രോളിന് വേണ്ടി മാത്രമല്ല, ഡീസലിന് വേണ്ടി മാത്രമല്ല, ഒരുപാട് പ്രൊഡക്റ്റ് ഒരുമിച്ച് വരുന്ന ചെലവുകളാണ് അല്ലേ. അപ്പൊ അതിന് നമ്മൾ എന്ത് പറയും? ജോയിന്റ് കോസ്റ്റ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ചാപ്റ്ററിൽ വരുന്ന കാര്യങ്ങൾ. ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളൊന്ന് നോക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് ക്ലിയർ ചെയ്യാം. ഓക്കെ ആണല്ലോ.